റോമിലെ കൊളോസിയത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ആദ്യ വീഡിയോയിൽ കണ്ടിരുന്നത്. ഇനി നമുക്ക് റോമിലെ തന്നെ മറ്റനവധി വിശേഷങ്ങളിലേക്ക് പോകാം. ഫോറം ഓഫ് ദ പീസ് അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് ദ പീസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം റോമിൽ സമാധാനത്തിൻ്റെ ദേവതയായ പാക്സിൻ്റെ ബഹുമാനാർത്ഥം വെസ്പാസിയൻ ചക്രവർത്തിയുടെ കീഴിൽ AD 71 റോമിൽ നിർമ്മിച്ചതാണ് ഈ ഒരു സ്ഥലം. യഹൂദ റോമൻ യുദ്ധങ്ങളിൽ വെസ്പാസിയൻ ജെറുസലേമിനെ കൊള്ളയടിച്ചതിലൂടെയാണ് ഈ മഹത്തായ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് നേടിയത്. ഈ സ്മാരകം ഇപ്പോൾ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മളത് കയറി കാണുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ. നമുക്കിതിനുള്ളിൽ കയറുന്നതിന് തന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കൊളോസിയത്തിലേക്ക് കയറാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു പാസ് തന്നെ മതി നമുക്കിതിനകത്തോട്ട് കയറാൻ. വേറെ ഒരു പാസിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ അവിടെ വരുമ്പോഴത്തേന് സെക്യൂരിറ്റി ചെക്കിങ് അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. ഇത് നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ പകർത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയും അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ്റെ ബഹുമാനാർത്ഥം 1885-നും 1935-നും ഇടയിൽ നിർമ്മിച്ച ദേശീയ സ്മാരകം കാണാനായിരുന്നു. ഏകീകൃത ഇറ്റലിയിലെ ആദ്യത്തെ രാജാവായിരുന്നു അദ്ദേഹം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ധാരാളം ആൾക്കാർ ആ ഒരു മോണുമെൻറ്റ്സ് കാണാനെ കൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ മോണുമെൻറ്റ്സും പോലെ തന്നെ ഇത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള തന്നെ ഒരു മോണുമെൻറ്റ്സ് ആയിരുന്നു അവിടുത്തെ. ഇറ്റലിയിലോട്ട് വരുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 32-33 വരെ ഉണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമയത്ത് അവിടെ 33 ആയിരുന്നു ടെമ്പറേച്ചർ. ഈ ഒരു മോണുമെൻറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് കൊളോസിയവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ റോമിൻ്റെ ഒരു ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഒരു മുകളിൽ നിന്ന് കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ട്രിവിയം ഫൗണ്ടെയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ 3 തെരുവുകളുടെ വിഭജനം എന്നർത്ഥം വരുന്ന ട്രിവിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ജലധാരയുടെ പേര് വന്നത്. ഇവിടെ ഇപ്പോഴും നിലനിന്ന് വന്നിരുന്ന ഒരു അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ഇതിലോട്ട് നാണയങ്ങൾ വലിച്ചെറിയുക എന്നാണ്. ആ നാണയങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ ഇവിടേക്ക് തിരിച്ചു വരാൻ സാധിക്കും, ഈ ഒരു സിറ്റിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നിവർ കഴിവതും വിശ്വസിച്ചിരുന്നു. ദിവസവും 3000-ലധികം യൂറോയാണ് ഇവിടെ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇതിലേക്ക് നാണയങ്ങൾ വലിച്ചെറിയുന്ന, അതിന് നമ്മൾ തിരിഞ്ഞു നിന്ന് പുറകിലോട്ടാണ്, വലത് കൈ കൊണ്ടാണ് തിരിച്ച് എറിയുക. അങ്ങനെ ഒരു ആചാരമാണ് ഇവിടെ ഇപ്പോഴും, ഈ ഒരു അന്ധവിശ്വാസം ഇപ്പോഴും ആൾക്കാരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ട്രിവിയം ഫൗണ്ടെയിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കത്തോലിക്ക ആരാധനാലയമാണ് സെൻറ്റ് വിൻസെൻസോ ആൻഡ് അനസ്താസിയോ ചർച്ച്. നമ്മളിപ്പോൾ അവിടേക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കയറും. ഈ ഒരു ആരാധനാലയത്തിലോട്ട് കയറുന്നതിന് നമുക്ക് എൻട്രൻസ് ഫീയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് ആർക്ക് വേണമെങ്കിൽ അകത്ത് കയറി അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കാണാനും അവിടെ പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാനും എല്ലാം ഉള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പഴയകാല ആർക്കിടെക്റ്റുകളുടെ എല്ലാ കഴിവുകളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദർ തെരേസയുടെ ഒരു ചിത്രം ഒരു പള്ളിക്കകത്ത് ആരാധിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ആ ഒരു പള്ളിയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ചർച്ചിനകമെല്ലാം കണ്ടതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് റോമിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടേക്ക് നമുക്ക് പോകാൻ ഇവിടുത്തെ ചർച്ചിൽ നിന്നും ഒരു 15-20 മിനിറ്റത്തെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ആൾക്കാരെല്ലാം അതിൻ്റെ വാതിക്കൽ നിന്ന് സെൽഫീസും പിന്നെ ആ സ്റ്റെപ്പെല്ലാം കണ്ട് അവിടെ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫൗണ്ടെയിൻ. ഈ വാട്ടർ ഫൗണ്ടെയിനിൽ നിന്ന് ആൾക്കാർ വെള്ളം കുടിക്കുന്നതും വെള്ളം കുപ്പികളിൽ പിടിച്ചോണ്ട് പോകുന്നതും എനിക്കിവിടെ കാണാൻ സാധിച്ചു. ബാർബൺ സ്പാനിഷ് എംബസിയെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ട്രിനിറ്റ ഡെയ്മോണ്ടി ചർച്ചിനെയും ഹോളി സീയിലേക്കും താഴെയുള്ള സ്പാനിഷ് സ്ക്വയറിലേക്കും ബന്ധിപ്പിക്കുന്നതിനാണ് ഈ സ്പാനിഷ് സ്റ്റെപ്പ് നിർമ്മിച്ചത്. 135 പടികളും 29 മീറ്റർ ഉയരവുമുള്ള ഈ സ്റ്റെപ്പ് ലോക പ്രശസ്തമാണ്. നിരവധി സിനിമാ ഷൂട്ടിങ്ങിന് ഇടം പിടിച്ച സ്ഥലം കൂടിയായിരുന്നു ഇത്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുന്നത് ട്രിനിറ്റ ഡെയ്മോണ്ടി ചർച്ചിലേക്കായിരുന്നു. ഇതും ഒരു കത്തോലിക്കൻ ചർച്ചാണ്. 1502 തറക്കല്ലിട്ട് 1585 പള്ളി ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ക്രിസ്തുവിൻ്റെ സ്നാനവും ജോൺ ദി ബാപ്റ്റിസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ മറ്റു രംഗങ്ങളും ക്രിസ്തുവിൻ്റെ പീഡനാനുഭവത്തിൻ്റെ രംഗങ്ങളുമാണ് പ്രസിദ്ധമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. റോമിൽ നമ്മൾ എവിടെ ചെന്നിരുന്നാലും അവിടെ നമുക്കൊരു ആർക്കിടെക്ചറിൻ്റെ കരവിരുത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ക്രിസ്തുവിൻ്റെ സ്തൂപങ്ങളും പിന്നെ അതുപോലെ തന്നെ ക്രിസ്തു അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ ക്യാൻവാസിൽ പകർത്തിയതും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ച പേപ്പറും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതവരുടെ ഭാഷയിലും പിന്നെ ഇംഗ്ലീഷിലും നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. റോമിലെ എല്ലാ പള്ളികളും ഒന്നിനോടൊന്ന് മെച്ചപ്പെടുന്ന രീതിയിലായിരുന്നു അവർ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചു വന്നിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയെയും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും ആർക്കിടെക്ചർ വൈസ് ആണെങ്കിലും നമുക്കൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു അവരന്ന് നിർമ്മിച്ചത്. റോമിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും യുവേഴ്സ് ബിനു.